നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ കൊടുത്തിട്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ പുത്തൂർക്ക് മാറിയത്. ഇവിടുന്ന് ഈ പാടം, ഇവിടെ പാടമായിരുന്നു, ഈ വഴി ഇങ്ങനെ വരമ്പത്തിൽ കൂടെ പോയ പറമ്പിത്തറത്താം. ഇവിടെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു ഒരു വർഷം. അന്നാണ് കഥകളി കാണാൻ പഠിച്ചതും അമ്മയെ ഭജിക്കാൻ പഠിച്ചത്. അന്ന് 3 വയസ്സ് 3.5 വയസ്സുണ്ടാവും. അതിനുശേഷം പടിയായിട്ടാണ് പിന്നെ ശൈലവൃത്തിക്ക് താമസം മാറ്റി പിറ്റേത്തെ വർഷം പിന്നെ ബാക്കി രവിയേട്ടൻ പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിൽ അടർത്തി മാറ്റിയിട്ട് എനിക്കൊരു ബാല്യകാലോ യൗവനകാലോ ഉണ്ടായിരുന്നില്ല. രാത്രി 7-8 മണിയായ ഉത്സവകാലത്ത് കഥകളി ഉണ്ടെങ്കിൽ പറമ്പിത്തറയിൽ നിന്ന് മുരളിയേട്ടൻ വരും. മുരളിയേട്ടൻ ഇപ്പോൾ കണ്ടു എന്നെ അനിയനെയും കൂടെ അവിടെ കഥകളിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ഞങ്ങളിവിടെ ഉത്സാഹമായിട്ട് വരും. ഗോപാലകൃഷ്ണനാരെ ഞങ്ങളെ കടയിൽ സോഡ കുടിക്കലാണ് രാത്രിയത്തെ പ്രധാന പരിപാടി. പുലർച്ചെ ആകുമ്പോൾ ഇവിടെ നടന്ന ദുര്യോധന വധം പോണ വഴി മുഴുവൻ അലറിയും യുദ്ധം ചെയ്തിട്ടും ശൈലവരം വരെ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഉറക്കമൊന്നുമില്ല, ഇതിൻ്റെ ആവർത്തനമാണ്. അങ്ങനെ ഭഗവാന്റെ എന്താ പറയുക, കയ്യിലേക്ക് വെച്ചു കൊടുത്തത് ഈ അമ്മയാണ്. സൗന്ദര്യവേരി ചൊല്ലി പഠിച്ചതും